പാർട്ടി അടിത്തട്ടിൽ ദുർബലമെന്ന് സിപിഐഎം വിലയിരുത്തൽ. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ കുറിപ്പിലാണ് പാർട്ടി ബ്രാഞ്ചുകൾ ദുർബലാവസ്ഥയിലെന്ന വിലയിരുത്തൽ. രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണം, സമ്മേളന വേദികൾ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നൊക്കെയാണ് മുന്നറിയിപ്പ്. ആർ ശ്രീജിത്ത് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ആർ ശ്രീജിത്ത്, ബ്രാഞ്ച് മുതൽ തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിവുള്ളവരെ നിയോഗിച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയാണോ? അതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മളിപ്പോൾ കാണുന്ന ഈ മുന്നറിയിപ്പ്? സുജിയ, എല്ലാ പാർട്ടി സമ്മേളനങ്ങൾക്കും മുന്നോടിയായി സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് താഴെത്തട്ടിലെ ഘടകങ്ങൾക്ക് നൽകാറുണ്ട്. ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇത് നൽകുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കമ്മിറ്റി ഇത്തരമൊരു വിശദമായ കുറിപ്പ് എല്ലാ ഘടകങ്ങൾക്കും നൽകിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മുതൽ തന്നെ പാർട്ടിയുടെ പ്രാഥമിക ഘടകമായ ബ്രാഞ്ചിൻ്റെ ദുർബലാവസ്ഥയെപ്പറ്റി ചർച്ചകളുണ്ട്, ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇപ്പോഴത്തെ ചില പരിമിതികളും ഈ കുറിപ്പ് എടുത്തു കാട്ടുന്നുണ്ട്. പല ബ്രാഞ്ചുകളുടെയും സെക്രട്ടറിമാർ ശരാശരിക്കാർ മാത്രമാണ്. അത്തരം ശരാശരിക്കാരെ ഉൾപ്പെടുത്തി ബ്രാഞ്ചുകൾ പുനഃസംഘടിപ്പിച്ച് പോയതുകൊണ്ട് കാര്യമില്ല. നല്ല രാഷ്ട്രീയ ധാരണയും സംഘടനാബോധവും ഉൾക്കൊള്ളുന്നവരെ വേണം ബ്രാഞ്ച് സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കാൻ എന്നാണ് ഈ സംസ്ഥാന കമ്മിറ്റി നൽകിയിരിക്കുന്ന കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറിമാരായി വരുന്നവർ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായിരിക്കണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ലോക്കൽ തലത്തിൽ അത് കാര്യമായി പാലിക്കപ്പെടുന്നില്ല. ജോലിയുള്ള സഹകരണ ബാങ്കിലെ ഭാരവാഹിത്വം, ജോലി തുടങ്ങിയുള്ളവരെയും അഡ്വക്കേറ്റുമാരെയും ഒന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി നിയമിക്കരുത്. അവർക്ക് പൂർണ്ണ സമയവും ഈ പാർട്ടിയുടെ പരിപാടികൾ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അതുകൊണ്ട് മുഴുവൻ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നവരെ വേണം ഇത്തരം ലോക്കൽ കമ്മിറ്റികളിലേക്ക് മറ്റും തിരഞ്ഞെടുക്കാനെന്നാണ് ഈ കുറിപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങൾ വിഭാഗീയത ഉണ്ടാകരുത്, അത് തിരുത്തൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടാകരുത് തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഈ CPM സംസ്ഥാന കമ്മിറ്റി നൽകിയ കുറിപ്പിൽ പറയുന്നുണ്ട്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിഭാഗീയത അനുവദിക്കില്ല, അതോടൊപ്പം തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ പാർട്ടി ഘടകങ്ങൾക്ക് നൽകുന്നുമുണ്ട് വ്യക്തികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ.